പ്രൈസ് ബി ടു മൈ ഗോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സാംസ് 51:10. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, ഓ ഗോഡ്. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ചിന്താവിഷയമായിട്ട് ട്രൂ റിപ്പൻറ്റൻസ് സീക്സ് ഗോഡ്സ് റിന്യൂവൽ, വാഷിംഗ് അവേ ഗിൽറ്റ് ലൈക്ക് സ്പ്രിംഗ് റെയിൻ. ഈ നോമ്പുകാലത്ത് നമ്മൾക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് അടുത്തുകൊണ്ടുവരാം. ദൈവവുമായിട്ട് ഒരു അടുത്ത ബന്ധത്തിൽ നമുക്ക് ജീവിക്കാം. We might be regularly attending church service, participating in church activities, but are we really close to God? Are we spending time with God? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലേക്ക് എല്ലാ ദിവസവും അയക്കുന്നുണ്ട്, എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ വീട്ടിൽ വന്ന് പഠിക്കുന്നില്ല എങ്കിൽ അതിനൊരർത്ഥമില്ല. അതുപോലെയാണ് നമ്മൾ നമ്മുടെ ദൈവത്തോട് സംസാരിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ദൈവത്തിന്റെ ഹിതം നമ്മൾ അന്വേഷിക്കുന്നില്ല എങ്കിൽ അതിനൊരു അർത്ഥമില്ല. We should have a regular conversation with God. God has given the freedom to choose what is good and what is bad. It is God's will that needs to be done. ദൈവഹിതമാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇഷ്ടമല്ല. നമ്മൾ അനേകം പാപങ്ങൾ ദൈവത്തോട് ചെയ്തിട്ടുണ്ട്. ലോകം നമ്മളെ അറിയുന്നില്ല, പക്ഷെ നമ്മളെ മുഴുവനും അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. ദാവീദ് 51 സങ്കീർത്തനത്തിലൂടെ തന്റെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. God knows our inner heart. Who can cleanse our sins? It is God who can cleanse us. നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മോട് ക്ഷമിക്കുന്ന ദൈവമാണ്. ദൈവം തന്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് നമുക്ക് വേണ്ടി, കഷ്ടത അനുഭവിച്ച് മരിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ്. ലൂക്ക് 5:32 പറയുന്നത് പോലെ, I have not come to call the righteous but sinners to repentance. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നതെന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് നമ്മുടെ യേശു കുരിശിൽ മരിച്ചത്. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് യേശുവിനെ അയച്ചത്. നമ്മൾ തെറ്റുകളെ ഏറ്റുപറയുമ്പോൾ നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കുന്ന ദൈവമാണ്. മുടിയനായ പുത്രൻ ക്ഷമ ചോദിച്ച പോലെ, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് നമുക്കും ഏറ്റുപറയാം. കുരിശിൽ വെച്ച കള്ളനോട് യേശു ക്ഷമിച്ചതുപോലെ യേശു നമ്മോടും ക്ഷമിക്കും. ഏറ്റുപറയുന്നത് മാത്രമല്ല, നമ്മുടെ പാപങ്ങളെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ടേക്ക് ആക്ഷൻസ് നോട്ട് ടു റിപ്പീറ്റ് ദ സിൻസ്. ചില പാപങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തു പോകുന്നു. ഇത് ദൈവഹിതമല്ലെന്ന് അറിയാം. ഇത് ചെയ്യേണ്ട എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ കോപിക്കുന്നു, നമ്മൾ പിന്നെയും ചെയ്തു പോവുകയാണ്. നമ്മുടെ ബലഹീനതയാണ്. നമ്മുടെ ബലഹീനതയിൽ ഹോളി സ്പിരിറ്റിനോട് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ വീക്ക്നെസ്സിൽ ഹോളി സ്പിരിറ്റിന്റെ സ്ട്രെങ്ത് മതിയായതാണ്. റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, നമ്മുടെ പാപങ്ങളെ അല്ലെങ്കിൽ തെറ്റുകളെ മനസ്സിലാക്കുക, ദൈവത്തോട് ഏറ്റുപറയുക, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. ആസ്ക് ഫോർ ഹെൽപ്പ് വെർ വി ആർ വീക്ക്. ട്രൂ റിപ്പൻറ്റൻസിൽ കൂടെ നമ്മൾ ട്രാൻസ്ഫോർമേഷനാണ് വേണ്ടത്. നമ്മുടെ മൈൻഡ്, ഹാർട്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം ട്രാൻസ്ഫോം. ദൈവത്തോട് ചേർന്ന് ദൈവഹിതപ്രകാരം ജീവിപ്പാൻ, ഒരു പുതുജീവിതം നയിപ്പാൻ ഉള്ള ദൈവ കൃപ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ.